വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വി. മൈമൂന മാവൂർ. മഹാനായ ലിയോ ടോൾസ്റ്റോയ് റോഡിലൂടെ നടന്നു പോവുകയായിരുന്നു. യാചകനായ ഒരാൾ വല്ലതും തരണേ എന്ന് പതിവ് ശൈലിയിൽ പറഞ്ഞു. അദ്ദേഹം കീശയിൽ പരതിയെങ്കിലും ഒന്നുമുണ്ടായില്ല. അദ്ദേഹം സൗമ്യമായി പറഞ്ഞു, സഹോദരാ, വല്ലതും തരണമെന്നുണ്ടായിരുന്നു, കൈവശമൊന്നുമില്ല, ക്ഷമിക്കണം. ഉടനെ യാചകൻ പ്രതികരിച്ചു, നിങ്ങൾ എനിക്കെല്ലാം തന്നിരിക്കുന്നു. ഇതുവരെ ആരും തരാത്ത സമ്മാനമാണ് എനിക്ക് നിങ്ങൾ തന്നത്. ടോൾസ്റ്റോയ് ചോദിച്ചു, നിങ്ങൾ എന്താണ് പറയുന്നത്? ഞാനൊന്നും നിങ്ങൾക്ക് തന്നില്ലല്ലോ. യാചകൻ പ്രതികരിച്ചു, നിങ്ങൾ എന്നെ സോദരാ എന്ന് വിളിച്ചില്ലേ? ഇന്നോളം എന്നെ ആരും അങ്ങനെ വിളിച്ചിട്ടില്ല. പരിഗണന ഓരോ മനുഷ്യനും ആഗ്രഹിക്കുന്നു. പിഞ്ചുകുഞ്ഞുങ്ങൾ, മുതിർന്നവർ, മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, നേതാക്കൾ തുടങ്ങി എല്ലാ തലങ്ങളിലും ഉയർന്ന പദവിയിൽ നിൽക്കുന്നവർ വരെ പരിഗണിച്ചില്ലെങ്കിൽ അസ്വസ്ഥത അനുഭവിക്കുന്നവരാണ്. 2 കുട്ടികളുള്ളവർ ഒരാളോട് ഇഷ്ടം കൂടിയതായി തോന്നിയാൽ വേവലാതിപ്പെടുന്നു. മക്കൾ എത്ര മുതിർന്നാലും തങ്ങളെ പരിഗണിക്കാതെ സ്വന്തം തീരുമാനങ്ങളെടുത്താൽ മാതാപിതാക്കൾക്കത് അസഹനീയമാണ്. കുടുംബ ബന്ധങ്ങളിലും ഉദ്യോഗതലങ്ങളിലും സംഘടനാക്രമത്തിലും ആ പരിഗണനയുടെ സ്വഭാവം നല്ല ബന്ധങ്ങളുടെ അടിസ്ഥാന ഘടകമായി കാണാം. ജൈവിക ഘടനയിൽ മനുഷ്യർ എല്ലാവരും തുല്യരാണ്. ഒരാൾ ജനിക്കേണ്ട ദേശം, വംശം, ജാതി, രക്ഷിതാക്കൾ എന്നിവയൊന്നും തിരഞ്ഞെടുക്കുക മനുഷ്യപരിധിയിൽ പെട്ടതല്ല. ജനിക്കുന്ന വംശത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ഭാഷയുടെയും പാരമ്പര്യത്തിൻ്റെയും പേരിലുള്ള വിവേചനവും വ്യാപകമാണ്. പാർശ്വവൽക്കരണം വിവിധ തരത്തിൽ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ എത്രമാത്രം ഉച്ചനീചത്വങ്ങളാണ് നാം കണ്ടുവരുന്നത്. മെയ്യനങ്ങി പണിയെടുക്കുന്ന കർഷകനും മറ്റു കുലത്തൊഴിലുകൾ ചെയ്യുന്ന കുശവനും കൊല്ലനും ബാർബറും തട്ടാനുമൊക്കെ താഴേക്കിടയിൽ തന്നെയാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. പ്രബുദ്ധ കേരളത്തിൽ ഇപ്പോഴും അവരും കുടുംബവും പരിചയപ്പെടുത്തപ്പെടുന്നത് ആ വിലാസത്തിൽ തന്നെ. അവരെല്ലാം ചേർന്നാണ് നമ്മുടെ നാടും വീടും സുന്ദരമാക്കുന്നതെന്ന യാഥാർത്ഥ്യബോധം ആരുടെ സമീപനത്തിലാണുള്ളത്? പഠനവൈകല്യമുള്ളവൻ്റെയും അംഗവൈകല്യമുള്ളവൻ്റെയും നിലയും വ്യത്യസ്തമല്ല. ഭിന്നശേഷിക്കാരായ കുട്ടികളെ പ്രവേശിപ്പിക്കാതിരിക്കാൻ വിവിധ ന്യായങ്ങൾ നിരത്തുന്ന അധ്യാപകരും ഒഴിവുകഴിവുകൾ പറയുന്ന സ്കൂൾ മാനേജ്മെൻറ്റ് ബോഡിയും അത്തരം കുട്ടികളുടെ രക്ഷിതാക്കളുടെ വേദനയാണ്. ചേർത്തു നിർത്തുന്ന സ്കൂൾ അധികൃതരും സഹപാഠികളുമുണ്ടായാൽ ഏതു കുട്ടിയും അത്ഭുതകരമായ മാറ്റത്തിനാണ് വിധേയമാവുക. ഒരാളെ ചേർത്തു നിർത്തുക എന്നത് വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ സമ്പത്തുകൊണ്ടോ തന്നാലാവും വിധമാണ്. മാനവികതയുടെ ഉദാത്ത മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഉള്ളലിവിൽ നിന്നായിരിക്കണം അവശത അനുഭവിക്കുന്നവരോടും ആശയറ്റവരോടും അനുകമ്പ പരന്നൊഴുകേണ്ടത്. സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ദയയുടെയും സഹാനുഭൂതിയുടെയും ചേർത്തുപിടിക്കൽ ഏത് പിടച്ചിലുകൾക്കും പ്രതീക്ഷയാണ്. മനുഷ്യൻ ഒരേ രക്തമുള്ള ഒരേ ആത്മാവുള്ള ഒരു പ്രതിഭാസമാണ്. ഉച്ചനീചത്വങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള അതിർവരമ്പുകൾ സൃഷ്ടിച്ചതും മനുഷ്യനാണ്. തൻ്റെ സഹോദരനെ കാണുമ്പോൾ പുഞ്ചിരിക്കണമെന്നും മുഖപ്രസന്നതയും പുഞ്ചിരിയും ധർമ്മമാണെന്നും കൈകോർത്തു പിടിച്ച് ചേർത്തണച്ചുകൂട്ടി സൗഹൃദം പങ്കുവെക്കണമെന്നും മതാധ്യാപനങ്ങൾ പഠിപ്പിക്കുന്നത് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും കെട്ടുറപ്പ് ഊട്ടിയുറപ്പിക്കാനാണ്. സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോ ആർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിശാലമായ ഹാളിൽ നടത്തിയ പ്രഭാഷണം ചരിത്രപ്രധാനമായി മാറിയത് അമേരിക്കയിലെ എൻ്റെ സഹോദരന്മാരെ സഹോദരിമാരെ എന്ന സംബോധന കൊണ്ടുകൂടിയാണ്. വി. മൈമൂന മാവൂർ തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.